ഞാൻ ഓർക്കുന്നത് MT എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഒരു എഴുത്തുകാരനായി എന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഞാൻ പണ്ട് മുതലേ ഒരു എഴുത്തുകാരനായിരുന്നു. മലയാള സിനിമയിലല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് ഡയറക്ടർമാർ MT സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. പാലക്കാടൻ പ്രകൃതിയുടെ വശ്യ ഭംഗി ഇത്രത്തോളം ഭംഗിയായിട്ട് എഴുതി വെച്ച വേറൊരു എഴുത്തുകാരനില്ല. പ്രിയദർശൻ സാർ പറഞ്ഞു ഓർക്കുകയാണ്, MT സാറിൻ്റെ ഒരു കഥ ഇല്ലാത്തത് എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഒരു ശൂന്യതയാണ്. നമ്മൾ ഡ്യൂപ്പിനെയൊക്കെ വെച്ചിരുന്നു, പക്ഷേ ലാൽ സാറ് ഡ്യൂപ്പൊന്നും ഇല്ലാതെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പേടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിപ്പെടുന്നത് കുറച്ച് നേരത്തേക്കും. ഈ MT എന്ന രണ്ടക്ഷരത്തെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ അത് പലപ്പോഴും ഗൗരവമുള്ള, ഒരുപാട് ചിരിക്കാത്ത, ഒരുപാട് നർമ്മങ്ങൾ പറയാത്ത രണ്ടക്ഷരമായിട്ടാണ് മലയാളികൾ കാണുന്നത്. എന്നാൽ അങ്ങനെ ആവില്ല. എല്ലാ ദിവസവും രാത്രി അവൻ കൂടെ പോയി കിടക്കുമ്പോൾ ഒരേ കഥയെ പറയാം, പക്ഷേ അത് MT ആണല്ലോ പറയുന്നത്. മമ്മൂക്കെ അതെ, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കരുതലാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് എല്ലാ മലയാളികളെ പോലെ എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളൊരു കാര്യം, 100-ൽ 100 മലയാളിയും ആഗ്രഹിക്കുന്ന ഒരു സിനിമയുണ്ടെങ്കിൽ അത് രണ്ടാമൂഴമായിരിക്കും. രണ്ടാമൂഴത്തെ പറ്റി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണർത്തുന്ന അപ്ഡേറ്റ് ഞങ്ങൾക്ക് തരാമോ? ഹായ് എവ്രിവൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ആദ്യ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആദ്യ സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം. ഞാൻ ആരെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയവും ഉണ്ടാവില്ല. അതെ, MT എന്ന രണ്ടക്ഷരം ഒരു കടലാണ്. മലയാള സാഹിത്യ ലോകത്ത് ഒരുപാട് തിരയിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയ കടൽ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന മനുഷ്യൻ മലയാള സാഹിത്യത്തിൻ്റെ എന്നല്ല, ഇന്ത്യൻ സാഹിത്യത്തിലെ തന്നെ കുലപതിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാളികൾ നീലക്കുറിഞ്ഞി പൂക്കുന്നതിനേക്കാൾ കൂടുതൽ കാത്തിരിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കിട്ടിയെന്ന് പറഞ്ഞതുപോലെ 9 സിനിമകൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ, അദ്ദേഹത്തിൻ്റെ കഥയിൽ വരുന്നു എന്നുള്ളത് മലയാളികൾക്ക് ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഈ സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളാണ്. ആദ്യമായി തന്നെ MT സാറിൻ്റെ മകളും ഈ സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടറുമായ അശ്വതി മാഡത്തെ നമ്മുടെ ഈ ഷോയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാഡം. താങ്ക് യു. ഒപ്പം നമ്മുടെ കൂടെയുള്ളത് ഒരുപാട് പരസ്യ ചിത്രങ്ങളും സിനിമയും സംവിധാനം ചെയ്തിട്ടുള്ള ഈ ആന്തോളജിയുടെ ലൈൻ പ്രൊഡ്യൂസർ കൂടിയായ സുധീർ അമ്പലപ്പാട് സാറാണ്. വെൽക്കം സാർ ടു ദ ഷോ. നമസ്കാരം. മലയാളികൾക്ക് MT സാർ എന്നത് ഒരു വികാരമാണ്. അത് ഒരു സംശയവുമില്ലാതെ എല്ലാവരും അടിയുറച്ച് വിശ്വസിക്കുന്നൊരു കാര്യമാണ്. എൻ്റെ ചോദ്യം, എങ്ങനെയാണ് ഈ 9 സിനിമകൾ ഒരേ സമയത്ത് ഒരു റിലീസിന് ഒരുക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് എന്നുള്ളതാണ്. ആ ഒരു റിലീസ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ആദ്യമായി ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? ഇത് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ OTTയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ 9 കഥകൾ, വ്യത്യസ്തമായ 9 കഥകൾ, അതിലേറ്റവും നല്ല ടെക്നീഷ്യൻസും ഏറ്റവും നല്ല ആർട്ടിസ്റ്റും, അങ്ങനെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരുമിച്ച് തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കണം, അതൊരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് OTTയിലേക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു 4 വർഷത്തെ യാത്രയാണ്, അതിൻ്റെ ഒരു കൾമിനേഷനാണ് ഈ റിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട്, അത് നല്ല രീതിയിൽ തന്നെ വരും എന്നൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിലേ വരൂ, അതിന് സംശയമില്ല. കാരണം ഞാൻ ഓർക്കുന്നത് MT എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഒരു എഴുത്തുകാരനായി എന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഞാൻ പണ്ട് മുതലേ ഒരു എഴുത്തുകാരനായിരുന്നു, ഞാൻ മറ്റൊന്നുമായിരുന്നില്ല. സുധീർ സാർ, 9 സിനിമകൾ മലയാള സിനിമയിലെ എന്നല്ല, ഇന്ത്യൻ വലിയ തന്നെ പ്രശസ്തരായ അണിയറ പ്രവർത്തകർ, നടന്മാർ, സംവിധായകർ, സംഗീത സംവിധായകർ, ഇവരെയെല്ലാം ഒത്തൊരുമിച്ച് ഒരു വലിയ വിരുന്ന് മലയാളികൾക്ക് സമ്മാനിക്കാൻ നല്ല ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട്. അതിനെപ്പറ്റി ഞങ്ങളോടൊന്ന് സംസാരിക്കാം. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊജക്റ്റ് MT വാസുദേവൻ നായരുടെ പ്രൊജക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹം എഴുതിയ തിരക്കഥകളുമാണ്. അപ്പം മലയാള സിനിമയിലല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് ഡയറക്ടർമാർ ഒരു MT സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഒരു ഷോട്ടിൽ, ഒരു സീനിലോ ഒരു ഷോട്ടിലോ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ നടീനടന്മാർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് അങ്ങനെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടെക്നീഷ്യന്മാർ.
അപ്പം നമ്മുടെ എല്ലാ വെല്ലുവിളികളെയും ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അതുമുതൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ കാനഡയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ശ്രീലങ്കയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളെയൊക്കെ ഞങ്ങൾക്ക് അതിജീവിക്കാൻ സാധിച്ചത് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ MT എന്ന് പറയുന്ന ആ 2 അക്ഷരത്തിൻ്റെ ലെഗസി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ടീം വർക്ക്, ഞങ്ങളുടെ കമ്പനി സരിഗമയുടെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടുണ്ടായിരുന്നു. അവർ മുഴുവൻ തുടക്കം മുതൽ ഇതുവരെയുള്ള അവരുടെ സപ്പോർട്ട്, പിന്നെ ന്യൂസ് വാല്യൂ പ്രൊഡക്ഷൻസിൻ്റെ ഞങ്ങളുടെ ഒരു സ്ട്രോങ് ടീമിൻ്റെ അവരുടെ രാപകലില്ലാത്ത അധ്വാനം, വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള പ്രീ വർക്കോട് കൂടിയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ ഇതിനു വേണ്ടി നടത്തിയത്. അതുകൊണ്ടാണ് ഇത്ര വലിയ പ്രയാസങ്ങളില്ലാതെ നമുക്കിത് ഇത്ര എളുപ്പത്തിൽ സാധിച്ചത്. സാർ ഇപ്പോൾ പറയുകയുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. ഞാൻ ഓർക്കുന്നു ഈ കടുകണ്ണാവ എന്ന സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രീലങ്കയിൽ കലാപവും ലഹളയും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നു. ഷെർലക് എന്ന സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞാൻ ചെറുപ്പത്തിൽ വായിച്ചൊരു കഥ കൂടിയാണ് ഷെർലക് എന്നുള്ളത്. ബാലുവിൻ്റെ ചേച്ചിയും പൂച്ചയും ഒക്കെ. അപ്പോൾ ആ പൂച്ചയെയും ബാലുവിൻ്റെ ചേച്ചിയും ഒക്കെ എങ്ങനെ സിനിമയിൽ കൊണ്ടുവരും എന്നുള്ളത് എൻ്റെ കൂടി ഒരു ആകാംക്ഷയാണ്. അപ്പോൾ ഈ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം, ശ്രീലങ്കൻ ലഹളയുടെ പശ്ചാത്തലം, ഈ പശ്ചാത്തലത്തിലൊക്കെ നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ കോവിഡാനന്തരമായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. സാധാരണ എല്ലാം നമുക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയിൽ പോലും സിനിമ ഷൂട്ട് ചെയ്യുന്നത് എളുപ്പമല്ല. അപ്പോഴാണ് ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ ചെയ്തത്. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു മാഡം? ഒന്ന്, നമുക്കിതൊരു ടൈം ബൗണ്ടായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണ്. നമ്മൾ സരിഗമയ്ക്ക് കൊടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് അതായിരുന്നു. അവർക്കൊരു ടൈം ലൈൻ ഉണ്ട്. ആ ടൈം ലൈനിൻ്റെ ഉള്ളിൽ നമ്മളിത് പൂർത്തിയാക്കുക എന്നുള്ളത്. പിന്നെ ഈ യുദ്ധം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒട്ടും വിചാരിക്കാതെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്തെ ക്രൈസിസ് എന്ന് പറയുന്നത് ഫഹദ് തെലുങ്കിൽ പുഷ്പ ചെയ്യുന്നു, തമിഴിൽ വിക്രം ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഡേറ്റ് തരുന്നത്. അപ്പോൾ ഈ കാനേഡിയൻ വീസ അടിച്ചു വരാൻ ഒരിത്തിരി വൈകിയപ്പോഴേക്കും പെട്ടെന്ന് യുദ്ധവും തുടങ്ങി. അപ്പോൾ അത് വല്ലാതെ 2-3 വീക്സ് നീണ്ടുപോയി. അപ്പോൾ അതൊരു വല്ലാത്തൊരു ക്രൈസിസ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്താ വെച്ചാൽ ഈ ടീമിനെ നമുക്ക് കാനഡയിൽ എത്തിക്കുകയും വേണം. അദ്ദേഹത്തിൻ്റെ ഡേറ്റ്സും വളരെ കുറച്ചേ നമുക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ദാറ്റ് വാസ് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഈശ്വരാധീനം കൊണ്ട് അത് നമ്മൾ അങ്ങോട്ട് ഒരുവിധം തരണം ചെയ്തു. ഞാൻ ശ്രീലങ്കയിൽ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിൽ ഈ ഇക്കണോമിക് ക്രൈസിസ് കാരണമുള്ള അൺറെസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ഞാൻ കാനഡയിൽ ഫുൾ ഷൂട്ടിന് ഞാനുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പറയുകയാണെങ്കിൽ ഈ പൂച്ചയുടെ കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, മനുഷ്യരുടെക്കാളും സംരക്ഷണം ആവശ്യമാണ് അവിടുത്തെ പൂച്ചകൾക്ക്. ബിക്കോസ് പൂച്ചകളാണ് താരങ്ങൾ. അവിടെ അവർ എല്ലാത്തിനും നിയമമാണ്. പിന്നെ ഷെർലക്കിൻ്റെ ആ പൂച്ച ആക്ച്വലി ഒരു പൂച്ചയല്ല, 2 പൂച്ചയാണ്. അപ്പോൾ ഒരു പൂച്ച അഭിനയിച്ച് ക്ഷീണിക്കുമ്പോൾ അടുത്ത പൂച്ച ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 ഒരേപോലെയുള്ള 2 പൂച്ചകൾ. ആൻഡ് അവർക്ക് ഒരു ട്രെയിനറും ഒരു കെയർ ടേക്കറും. സോ ഇറ്റ്സ് നമ്മൾ ഇവിടുത്തെ പോലെയല്ല. അവിടെ അവർ ഇത്ര മണിക്കൂറേ ജോലി ചെയ്യുള്ളൂ. അങ്ങനത്തെ കുറേ ചാലഞ്ചസ് നമുക്ക് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ശ്രീലങ്കയിലത്തെ കാര്യം സുധീരേട്ടൻ പറയും, അദ്ദേഹമാണ് ഫുൾ അവിടെ ഷൂട്ടിൻ്റെ സമയത്ത്. അല്ല, ഇത് ഈ പറഞ്ഞതുപോലെ അവിടെ ധാരാളം നമ്മൾ ആദ്യം കുറേ ടൈം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു ഒന്ന്. പക്ഷേ ഈ ടൈമിനുള്ളിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് സരിഗമയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഷൂട്ട് ചെയ്യാതെ നിവൃത്തിയില്ല. അപ്പം മമ്മൂക്കയും അതിനുള്ളൊരു സമയം നോക്കി വെയിറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങളവിടെ പോകുന്ന സമയത്തായിരുന്നു ഓർമ്മയുണ്ടാവും, അന്ന് ചൈന എന്നൊരു ഷിപ്പൊക്കെ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഞങ്ങളവിടെ ഇറങ്ങുന്ന ദിവസമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ശ്രീലങ്കൻ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സപ്പോർട്ട്, ഒന്ന് MT സാറിൻ്റെ പ്രൊജക്റ്റ്, പിന്നെ മമ്മൂക്കയെ പോലെ ഒരാൾ അവിടെ ശ്രീലങ്കയിൽ വരുന്നു. അദ്ദേഹത്തിന് അവിടെ ഈ നമ്മുടെ ഇവിടെ കേരളത്തിലുള്ളതുപോലെ ഇന്ത്യയിലുള്ള പോലെ തന്നെ ഫാൻസ് വലിയൊരു സ്വീകാര്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും, അവിടുത്തെ ഒരു ടൂറിസം മന്ത്രി ഹാരിൻ ഫെർണാണ്ടോ എന്ന് പറഞ്ഞ അദ്ദേഹം മുഴുവൻ സമയം സർക്കാർ നമുക്ക് വിട്ടു തന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും ഹോട്ടലിൽ വരികയും ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ പ്രോഗ്രസ്സൊക്കെ വിലയിരുത്തുകയും ചെയ്തു. ഒപ്പം നമുക്ക് അവിടുത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു തരാൻ ശാന്തിഗിരി
ആശ്രമത്തിൻ്റെ ഗുരുരത്നം ജ്ഞാന തപസ്യം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 2-3 സന്യാസിമാരും അവർക്കവിടെ ആശ്രമമുണ്ട്. അപ്പോൾ അവരും കുറേ കാര്യങ്ങൾ ഗ്രൗണ്ടിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തു തന്നു. അങ്ങനെ പിന്നെ മമ്മൂക്കയാണ് മൊത്തം നമ്മളെ ടീമിനെ അവിടെ ലീഡ് ചെയ്തത്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് മൊത്തം ആ ക്രൂവിനെ സപ്പോർട്ട് ചെയ്തതും ലീഡ് ചെയ്തതും മമ്മൂക്കയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ ഇതില്ലാതെ കുഴപ്പം. നമ്മൾ ഇടയ്ക്ക് അവിടെ ഷൂട്ട് ചെയ്യാതെ തിരിച്ച് ഈ ഏകദേശം കേരളമായിട്ടൊക്കെ കേരളത്തിൻ്റെ വില്ലേജൊക്കെ ആയിട്ട് നല്ല സാമ്യമുണ്ട് അവിടുത്തെ ഉൾനാടൻ പ്രദേശങ്ങൾക്കൊക്കെ. ഈ കടുകണ്ണാവ് എന്ന് പറഞ്ഞ വില്ലേജിനൊക്കെ ഇപ്പോൾ കുറച്ച് ഏരിയ മാത്രം അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട് ബാക്കി കേരളത്തിൽ ചെയ്താലോ എന്ന് വരെ ആലോചിച്ചു. പക്ഷേ മമ്മൂക്കേൻ്റെ ഇടപെടലും പിന്നെ ഒരു ടീം വളരെ ഇതായിട്ട് അവിടുന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. സിനിമ പൂർണ്ണമായിട്ട് അവിടുന്ന് തന്നെ ചെയ്തു. ഒരു നാട്ടിൽ ചെയ്യാനുള്ള ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാമൂഹ്യ പരിസ്ഥിതി നമുക്ക് അനുകൂലമല്ലായിരുന്നെങ്കിൽ പോലും പ്രകൃതി നമുക്ക് അനുകൂലമായി. MT സാറിൻ്റെ കഥകളിൽ പ്രകൃതി ഒരു വലിയ കഥാപാത്രമാണ്. പാലക്കാടൻ പ്രകൃതിയുടെ വശ്യ ഭംഗി ഇത്രത്തോളം ഭംഗിയായിട്ട് എഴുതി വെച്ച വേറൊരു എഴുത്തുകാരനില്ല. കണ്ണാന്തളി പൂക്കളും പുഴയും പാടവരമ്പുകളും വയലുകളും അതുകൊണ്ടുകൂടിയായിരിക്കും സാർ ഈ പറഞ്ഞ അനുകൂല കാലാവസ്ഥകൾ ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് തൊമ്മൻകുത്ത് എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രം. അപ്പോൾ അവിടെ ഈ ഓളവും തീരവും എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് അവിടെയാണ് നടക്കുന്നത്. അപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ആ വലിയ നടനെ കാണാനുള്ളൊരാഗ്രഹമുണ്ട്. കാണുക എന്ന് മാത്രമല്ല, ഒരു സിനിമയിലെ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നു, അതും MT സാറിൻ്റെ ഒരു സിനിമയിലെ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളത്. പ്രിയദർശൻ സാർ പറഞ്ഞു ഓർക്കുകയാണ്, MT സാറിൻ്റെ ഒരു കഥ ഇല്ലാത്തത് എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഒരു ശൂന്യതയാണ്. ഇല്ലെങ്കിൽ പ്രിയദർശൻ സാർ ആദ്യം വായിച്ച തിരക്കഥ ഓളവും തീരവും ആണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഓളവും തീരവും എന്ന് പറഞ്ഞ സിനിമയുടെ പശ്ചാത്തലവും അതിൻ്റെ ഷൂട്ടിങ്ങിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികളും? നമ്മൾ ഈ പ്രോജക്റ്റ് തുടങ്ങി ആദ്യം പ്രിയൻ സാർ വേറൊരു സിനിമ ചെയ്തു, ശിലാലിഖിതം, ബിജു മേനോനും ശാന്തി കൃഷ്ണയൊക്കെ ഉള്ള. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാൽ സാറും കൂടി ഈ പ്രോജക്റ്റിൽ വരുന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് ലാൽ സാർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രിയൻ സാറാണ് ഈ സീരീസിൻ്റെ ഷോ റണ്ണർ. അപ്പോൾ അദ്ദേഹത്തിന് കംഫർട്ടുള്ള ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല, പ്രിയൻ സാർ തന്നെ. പിന്നെ കാലാപാനിക്ക് ശേഷം പ്രിയദർശൻ, സന്തോഷ് ശിവൻ, മോഹൻലാൽ ഈ ടീം ഒരുമിക്കുന്ന ഒരു പ്രത്യേകത. പിന്നെ സാബു സിറിൽ ഇന്ത്യയിൽ തന്നെ ലീഡിങ് പ്രൊഡക്ഷൻ ഡിസൈനറാണ്, അദ്ദേഹം അതിൻ്റെ ആർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓളവും തീരത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ലാൽ സാറിന് വേണ്ടി ഒരു കഥ എന്ന് പറഞ്ഞപ്പോൾ പ്രിയൻ സാർ പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹമാണ് ഓളവും തീരവും എനിക്ക് ചെയ്യണം. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓളവും തീരവും അന്ന് ചെയ്തപ്പോൾ അതിൻ്റെ സിനിമയ്ക്ക് വേണ്ടി കുറേം കൂടെ ലെങ്ത് ഉണ്ടായിരുന്നു. സ്ക്രീൻ പ്ലേ ലോങ് ആയിട്ട് എഴുതിയതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചെറുകഥ തന്നെ സിനിമയാക്കുകയാണ്. അതിനു വേണ്ടി തിരക്കഥ എഴുതി ചെറിയൊരു സിനിമയായിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിക് വ്യത്യാസം. അങ്ങനെയാണ് പ്രിയൻ സാറും ലാൽ സാറും ഒന്നിച്ച് ഒരു ടീമായിട്ട് നമുക്ക് ഇതിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ ലാലേട്ടൻ ഡ്യൂപ്പ് പോലും ഇല്ലാതാണ്. അത് പിന്നെ ഒന്ന് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് ലാൽ സാറ് വർക്ക് ചെയ്യുന്നത്. കാരണം ക്യാമറാമാൻ എന്ന് പറഞ്ഞ സന്തോഷ് ചേട്ടനാണ്, പ്രിയൻ സാർ ഡയറക്റ്റ് ചെയ്യുന്നു, പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സാറാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പുഴയിൽ നമ്മൾ ആദ്യം ലൊക്കേഷൻ പ്രിയൻ സാറിൻ്റെ കൂടെ ലൊക്കേഷൻ പോയി കാണുമ്പോൾ വളരെ തെളിഞ്ഞ പുഴയായിരുന്നു, നമുക്കതിൻ്റെ അടിയിലൊക്കെ കാണാം. അപ്പം ഈ പാറകളും പാറക്കൂട്ടങ്ങളും ഈ കുറ്റിച്ചെടികളൊക്കെ ഉണ്ട്, കുറേ മരക്കൊമ്പുകളൊക്കെ ഉണ്ട്. അപ്പം എന്നാലും നമുക്കത് വളരെ സേഫായിട്ട് ഷൂട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി ചെന്ന സമയത്തേക്ക് നല്ലൊരു മഴ തുടർച്ചയായിട്ട് മഴയും ഈ പുഴ കലങ്ങി കുത്തി ഒഴുകുന്ന പിന്നെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയിലായിരുന്നു പുഴ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഷൂട്ടിംഗ് മാറ്റി വെച്ചാലോ എന്ന് വരെ ആലോചിച്ചു. പക്ഷേ ഈ ലാൽ സാറ് ഈ കോവിഡിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബാറോസ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്കുള്ളിലാണ് നമ്മുടെ ഈ സിനിമയിൽ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് മറ്റു ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ട് MT സാറിൻ്റെ ഒരു പ്രൊജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ബാറോസ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സിനിമയിലാണ്. പിന്നെ അത് ചെയ്ത് തീർക്കണം, കാരണം നേരത്തെയുള്ള പല കമ്മിറ്റ്മെൻറ്റും ഉണ്ടല്ലോ. അപ്പോൾ മാറ്റി വെക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ മരം കൊണ്ടുപോകുന്ന സീനൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലൊക്കെ സാബു സാറ് ക്രിയേറ്റ് ചെയ്ത് വളരെ എന്താ പറയുക
വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ചെയ്തിട്ടാണ് ആ മരം വളരെ സേഫായിട്ട് അത് ക്രിയേറ്റ് ചെയ്തതാണ്. ശരിക്കും ഒറിജിനൽ മരത്തെ വെല്ലുന്ന രീതിയിൽ മുഴുവൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ റിഹേഴ്സലൊക്കെ നടത്തി. എന്നിട്ടും നമ്മൾ ഡ്യൂപ്പിനെയൊക്കെ വെച്ചിരുന്നു. പക്ഷേ ലാൽ സാറ് ഡ്യൂപ്പൊന്നും ഇല്ലാതെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പേടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിപ്പെടുന്നത്. കുറച്ച് നേരത്തേക്ക് പെട്ടെന്നാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അത് സന്തോഷേട്ടനും ലാൽ സാറും തമ്മിൽ ഓൾറെഡി പറഞ്ഞ് സെറ്റ് ചെയ്തിരുന്നു. പക്ഷേ പ്രിയൻ സാറ് ഒരിക്കലും അങ്ങനെ റിസ്ക് എടുക്കാൻ സമ്മതിക്കില്ല. കാരണം പ്രിയൻ സാറിന് അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഒരു കുത്തൊഴുക്കൽ, ഒരു വെള്ളത്തിലൊരു കുത്തൊഴുക്കൽ പ്രിയൻ സാറിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഒഴുകിപ്പോയിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇങ്ങനത്തെ സംഭവം വെള്ളത്തിൽ നിന്നുള്ള പുഴ അത് ആദ്യ സാറ് വളരെ കർക്കശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രിയൻ സാറ് പോലും അറിയാതെ സന്തോഷേട്ടൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് 3-4 ക്യാമറ സെറ്റ് ചെയ്തിട്ട് ലാൽ സാറ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പിന്നെ പുഴയിലേക്ക് എടുത്ത് ചാടി വലിയ റിസ്കിൽ ആണ് അത് ചെയ്തത്. അപ്പോൾ അത്രയും എല്ലാവരും വെച്ചിരുന്നു. അങ്ങനെ എമർജൻസിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചു. എമർജൻസിക്ക് ആ പുഴയിൽ പരിചയമുള്ള അവിടുത്തെ പ്രാദേശികമായ ആൾക്കാരിൽ ഒരു വലിയൊരു ടീമിന്, അതുകൂടാതെ റെസ്ക്യൂവിനൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മളെല്ലാം പ്രിക്കോഷൻസ് എല്ലാം ചെയ്ത് വെച്ചിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു വന്നത് ലാൽ സാറിന് അതിനോടുള്ള ആ പെർഫെക്ഷനോടുള്ള അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഓരോ ആളുകളും ഇപ്പം പിന്നെ ലാൽ സാർ നമ്മൾ മമ്മൂക്കയെ പറ്റി പറഞ്ഞു. ലാൽ സാറ് ഇപ്പോൾ ഇന്ദ്രജിത്ത് അശ്വതി ഒരു വലിയൊരു വെബ് സീരീസ് ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ഇന്ദ്രജിത്ത് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്ത്. ഫഹദ്, ഓരോ ആളുകളും, ആസിഫ് അലി. അപ്പോൾ എല്ലാം ഈ നേരത്തെ ഒറ്റ വാക്ക് പറഞ്ഞാൽ MT എന്ന് പറയുന്ന ഈ 2 അക്ഷരത്തിൻ്റെ ഒരു ലെഗസിയുടെ പുറത്താണ് ഇതെല്ലാം നടക്കുന്നത്. ലാലേട്ടൻ അത്രയും കമ്മിറ്റഡ് ആവാൻ കാരണം MT സാറിൻ്റെ ഒരു കഥാപാത്രമാണത്. MT സാറിൻ്റെ എഴുത്തിൽ വിരിഞ്ഞ ഒരു കഥാപാത്രമാണ്. ബാപ്പുട്ടി, സൈനബ, കുഞ്ഞാലി എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങൾ അത് തിരശ്ശീലയിൽ കൊണ്ടുവരണമെന്ന് അവർക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൂടി ആയിരിക്കും അതിൻ്റെ ഒരു പിന്നിലെ ഒരു പ്രചോദനമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാഴ്ചയിലേക്ക് വരുമ്പോൾ പുരുഷ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ പുരുഷ ബിംബത്തിനോട് ഒരുപാട് സ്നേഹമോ അല്ലെങ്കിൽ വെറുപ്പോ ഒക്കെ കാണിക്കുന്ന കഥാപാത്രങ്ങൾ പലപ്പോഴും MT സാറിൻ്റെ എഴുത്തിലുണ്ട്. പക്ഷെ ഒരു സ്ത്രീപക്ഷ എഴുത്ത് അല്ലെങ്കിൽ സ്ത്രീപക്ഷ മാനം കിട്ടുന്ന ഒരു വലിയ കഥയാണ് ശരിക്കും കാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഒത്തിരിയേറെ ആരാധകരുണ്ടാവാൻ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ചും ശ്യാമപ്രസാദ് സാർ അത് ചെയ്യുന്നു. പാർവതി തിരുവോത്തിനെ പോലുള്ള വളരെ മികച്ച ഒരു അഭിനേത്രി അതിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഈ ഒരു അതിനേക്കാൾ കൂടുതൽ എന്നെ ആകർഷിച്ചൊരു കാര്യം അതിൽ അശ്വതി മാഡത്തിൻ്റെ അമ്മ കലാമണ്ഡലം സരസ്വതി ടീച്ചർ അഭിനയിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ വായിച്ചു. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പ്രേക്ഷകരെന്ന നിലയിൽ ഒരുപാട് ആകാംക്ഷരായിട്ടിരിക്കുകയാണ്. കാഴ്ച എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മൾ ആദ്യം ഈ സ്റ്റോറീസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു കാഴ്ച അതിലെന്തായാലും വേണം. ഒരുപക്ഷെ അച്ഛൻ്റെ ഷോർട്ട് സ്റ്റോറീസിൽ ഏറ്റവും കൂടുതൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം മറ്റു ഭാഷകളിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയായിരുന്നു. അത് എഴുതിയ കാലഘട്ടവും അങ്ങനെയായിരുന്നു. അപ്പോൾ കാഴ്ചയ്ക്ക് സിനിമാറ്റിക്കായിട്ട് ചെറിയ ചേഞ്ചസ് സ്ക്രിപ്റ്റിൽ അച്ഛൻ വരുത്തിയിട്ടുണ്ട്. സിനിമ ആവുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ ചെറിയ മാറ്റങ്ങൾ. പക്ഷേ അതിൻ്റെ കോറെന്ന് പറയുന്നത് ചെറുകഥ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് വർക്ക്. ശ്യാം സാറ്, ഔസേപ്പ് ബച്ചൻ സാറിൻ്റെ മ്യൂസിക് എല്ലാം കൊണ്ടും ആ സിനിമ വളരെ റിച്ചാണ്. പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അമ്മ ചെയ്തിട്ടുള്ളത്, ചോലയിലെ വല്യമ്മ. അപ്പോൾ ശ്യാം സാറ് ഒരുപാട് ഈ പ്രായമായൊരു മുത്തശ്ശിയാണ്. അപ്പോൾ ഒരുപാട് പേരെ നോക്കിക്കൊണ്ടിരുന്നു. സ്ഥിരം മുഖങ്ങൾ വേണ്ട, വേറെ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു ഒരുപാട് പേരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം അച്ഛനെ കാണാൻ വീട്ടിൽ വരുന്നു. വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കാറിൽ കയറിയപ്പോൾ എന്നോട് തിരിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന അശ്വതി, നമുക്ക് വല്യമ്മ ഇവിടെ തന്നെ ഇല്ലേ, നമുക്ക് ടീച്ചർ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അമ്മ ചെയ്യുമോയെന്നൊക്കെ. അപ്പോൾ അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു എനിക്ക് ചെയ്യാനൊന്നും പറ്റില്ല ശ്യാം, അതൊന്നും. അമ്മയോട് പറഞ്ഞു ടീച്ചർ വന്നാൽ മാത്രം മതി, ചെയ്യിപ്പിക്കുന്നതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ ശ്യാം സാറാണ് നിർബന്ധിച്ച് കൊണ്ടുപോയിച്ചത്. എൻ്റെ ക്യാരക്ടർ എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് എന്താ പറയുക, ഒരു ഗ്ലാൻസ്, ഒരു സീൻ അത്രയേ ഉള്ളൂ. അത് അന്ന് വേറെ ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ലായിരുന്നുകൊണ്ട് അന്നൊരു എമർജൻസി ആയപ്പോൾ ഞാനൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ദാറ്റ്സ് ഓൾ. അത് നോക്കുകയാണെങ്കിൽ ശ്യാം സാറിൻ്റെ മകളും അതുപോലെ ചെറിയ ഒരു സീനിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ശ്യാമപ്രസാദ് സാർ ചിന്തിച്ചതായിരിക്കും വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ ചെയ്യുന്നത്. ഞാൻ സുധീർ സാറിൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ കണ്ടതാണ്, തണൽ എനിക്കായിരുന്നു എന്നും ഒരു മഹാമേരു പോലെ. ഒരു മനുഷ്യനെ പറ്റി ഒരാൾ ഇങ്ങനെ
വർണ്ണിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ആത്മബന്ധം അത്രയ്ക്ക് വേരൂന്നിയതാവണം. MT സാറിനുമായിട്ടുള്ള ആത്മബന്ധത്തെ സാർ എങ്ങനെ കാണും? അല്ല, അത് ചെറുപ്പം മുതൽ ഞാനൊരു ഹൈസ്കൂൾ ക്ലാസ് പഠിക്കുമ്പോഴാണ് സാറിൻ്റെ അടുത്ത് പോകുന്ന ആദ്യമായിട്ട്. എന്നെ എൻ്റെ അധ്യാപകൻ, ഒരു അവിടുത്തെ നാടകം ഒക്കെ ആയിട്ട് സജീവമായിട്ടുള്ള KBK കൊരയങ്ങാട് എന്ന് പറഞ്ഞൊരു അദ്ദേഹം സാഹിത്യവും നാടകവും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളതാണ്. സാറിൻ്റെ ആയിട്ടൊരു ബന്ധമുണ്ട് MT സാർ. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഈ ചെറിയ കഥകളൊക്കെ എഴുതുന്ന പരിപാടിയുണ്ട്. അപ്പം എൻ്റെ ഒരു കഥയായിട്ട് ഇങ്ങനെ ഞാൻ MT സാറിനെ പരിചയപ്പെടുത്തരാൻ കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന ഇരിപ്പിൽ തന്നെ സാർ ആകെ 2-3 പേജുള്ളൊരു കഥയാണ്. അത് വായിച്ചു. എന്നിട്ട് അന്ന് എന്നോട് പറഞ്ഞു ഒരുപാട് വായിക്കണം, ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. കുറേ പുസ്തകങ്ങളൊക്കെ ആ സമയത്ത് വായിക്കുന്ന മാഷോട് പറഞ്ഞു പുസ്തകങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. അപ്പം അത് വളരെ എന്താ പറയുക, നമ്മളത് വളരെ പവിത്രമായി സൂക്ഷിക്കുന്നു. എവിടെയും അങ്ങനെ അനാവശ്യമായിട്ടൊന്നും എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ നമ്മുടെ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ഇതാണല്ലോ. അതേപോലെ തന്നെ തിരിച്ച് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗ്രാജുവലി ഉണ്ടായിട്ട് വന്നുള്ള ഒരു ബന്ധം, അത് ഒരു കരുതലും ഒരു വാത്സല്യവും ഒരു സ്നേഹമൊക്കെ ആയിട്ട് അങ്ങനെ മാറുന്നു. പിന്നെ സാറ് അങ്ങനെയാണ് ഓരോ ആളുകളെയും മനസ്സിലാക്കിയിട്ട് നമുക്കവിടെ ഒരു സപ്പോർട്ട് ആവശ്യമുള്ള സമയം, അല്ലെങ്കിൽ നമുക്കൊരു കരുതൽ അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ ആവശ്യമുള്ള സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തരും. അതിന് ഒരുപാട് സംസാരിക്കണമെന്നൊന്നുമില്ല. നമ്മൾ കുറേ ചിലപ്പോൾ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്ങനെ വന്നതാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇതുവരെയുള്ള യാത്രകളിൽ ഇങ്ങനെ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് നിർണായകമായ ഘട്ടങ്ങളിൽ അങ്ങനെ ഒരു സപ്പോർട്ട് തരേണ്ട എല്ലാ സമയത്തും അത് സാറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ എന്നെ സംബന്ധിച്ച് ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാനൊരു പിതൃതുല്യം ഞാൻ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗുരുതുല്യം ബഹുമാനിക്കുന്ന MT സാറിനുള്ള എൻ്റെ ഒരു ദക്ഷിണയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പ്രൊജക്റ്റിനെ സമീപിച്ചത്. അതുകൊണ്ട് ഞാൻ നമ്മൾ ആ പ്രൊജക്റ്റ് അശ്വതിയും ഞങ്ങളും കൂടി ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്ത തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ 4 വർഷക്കാലം പൂർണ്ണമായിട്ട് ഇതിൽ മാത്രം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അശ്വതിയാണെങ്കിലും അറിയാലോ, ഒരുപാട് തിരക്ക് പിടിച്ചിട്ടുള്ള പുറത്തൊക്കെ വിദേശത്തും ഒക്കെ പെർഫോം ചെയ്യുന്ന, ഇപ്പോഴും അങ്ങനെ അതൊക്കെ ക്ലാസിക് ഡാൻസ് പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമറാണ് അശ്വതി. അത് അധികവും അശ്വതി വിദേശത്താണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് മുഴുവൻ സമയം ഇതിനു വേണ്ടിയുള്ള ഒരു യാത്രയാണ് അത് അശ്വതിക്ക് സാറിനോട് എനിക്ക് ഈ തരത്തിലുമാണ്. നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥയാണ് ആദ്യമായി വായിക്കുന്നതും പിന്നെ MT സാറിൻ്റെ എല്ലാ കഥകളും മനഃപ്പാഠമാക്കുന്നതും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബിരുദത്തിന് ശേഷം ഒരു ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചെന്നും, എന്നാൽ അമ്മയുടെ നൃത്ത സ്കൂളിൽ ചെന്ന് വീണ്ടും നൃത്തം പഠിച്ച് ഇപ്പോൾ ലോകമറിയുന്ന ഒരു നർത്തകിയായി മാറി എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ജേർണലിസ്റ്റ് ആകാൻ ആഗ്രഹിച്ച ആൾ നർത്തകിയായി മാറുന്നു, നർത്തകിയായ ആൾ ഒരു സംവിധായകയായി മാറുന്നു. ഇതിലൊരു പരിണാമമുണ്ട്, ഒരു എവല്യൂഷനുണ്ട്. ഞാൻ ലൈഫിലൊന്നും പ്ലാൻ ചെയ്ത ആളല്ല. ലൈഫ് ജസ്റ്റ് ഹാപ്പൻഡ്. നമ്മൾ ആ ഫ്ലോയിൽ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ പലതും ഞാൻ ജേർണലിസം പഠിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളത് ശരിയാണ്. അന്ന് ഞാൻ ഡിഗ്രി കഴിയുന്ന സമയത്ത് അന്ന് വിഷ്വൽ മീഡിയ സ്ട്രോങ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാനായിരുന്നു താല്പര്യം. പക്ഷേ അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അമ്മയുടെ ഡാൻസ് സ്കൂളിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരവസ്ഥ വരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സംഗതി ഏറ്റെടുത്താൽ പിന്നെ 100% അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണല്ലോ. പിന്നെ യാത്രകളായി, പിന്നെ ഞാൻ വിവാഹം കഴിച്ചതും ഒരു ഡാൻസറിനെയാണ്. ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് ബേസ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെ കോവിഡ് ടൈമിൽ ഒരുപാട് സമയമുണ്ടായിരുന്നു. അങ്ങനെ രവീന്ദ്രനാഥ് ടാഗോർ സ്റ്റോറീസ് കാണാനിടയാവുന്നു, അതൊന്നൊരു ഇൻസ്പിറേഷൻ ആവുന്നു, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആലോചിക്കുന്നു. പക്ഷെ ഇതിലൊരു ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല, അതങ്ങനെ സംഭവിച്ചതാണ്. പക്ഷേ ഒരു വലിയ ലേണിംഗ് പ്രോസസ്സാണ്. ഞാനതിനെ അങ്ങനെ കാണുന്നത്. എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ആസ്പെക്റ്റും നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ പഠനമാണ്. അത് നമുക്ക് ചിലതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം വി ഹാവ് ടു ഗോ ത്രൂ ഓൾ ദിസ്. അപ്പോൾ ലൈഫ് അങ്ങനെയൊക്കെ നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മളത് പഠിക്കുക, നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോവുക. ഏത് കാര്യം ചെയ്യുമ്പോഴും 100% ആത്മാർത്ഥതയോടെ ചെയ്യാൻ ശ്രമിക്കുക, അത്ര തന്നെ. ഈ MT എന്ന 2 അക്ഷരത്തെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ അത് പലപ്പോഴും ഗൗരവമുള്ള, ഒരുപാട് ചിരിക്കാത്ത,
ഒരുപാട് നർമ്മങ്ങൾ പറയാത്ത രണ്ടക്ഷരമായിട്ടാണ് മലയാളികൾ കാണുന്നത്. എന്നാൽ അങ്ങനെ ആവില്ല. തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ സ്പേസിൽ മറ്റൊരു MT ഉണ്ടാവും. അങ്ങയുടെ മകൻ മാധവിന് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന 70-ന് ശേഷം രണ്ടാം ബാല്യമാണ്. ഈ രണ്ടാം ബാല്യത്തിൽ MT എന്ത് ചെയ്യുന്നു എന്നറിയാനൊക്കെ മലയാളികൾക്ക് ആഗ്രഹം ഉണ്ടാവും. എല്ലാവരും എനിക്ക് തോന്നുന്നു പേരക്കുട്ടികളായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറും. എൻ്റെ ചെറുപ്പത്തിലുള്ള അച്ഛൻ അല്ല ഇപ്പോൾ. ഞാൻ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ വളരെ കുറച്ച് സംസാരിക്കുള്ളൂ. ഇപ്പോൾ ഞങ്ങളോടായാലും ശരി, വീട്ടിൽ വളരെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു പ്രകൃത. അതായത് ഇന്നും അങ്ങനെ തന്നെയാണ്, വലിയ മാറ്റങ്ങളില്ല. പക്ഷെ എന്നാൽ കൂടിയും കുട്ടികളോട് അങ്ങനെ പറ്റില്ലല്ലോ, കുട്ടികൾക്കതറിയില്ല. അപ്പോൾ അവനോട് ചെറുപ്പത്തിലേ അവന്, പക്ഷെ അച്ഛനെന്താ വെച്ചാൽ അച്ഛൻ ഒരേ കഥയെ പറയൂ. എല്ലാ ദിവസവും രാത്രി അവൻ കൂടെ പോയി കിടക്കുമ്പോൾ ഒരേ കഥയെ പറയാം. 3-4 ദിവസം കഴിയുമ്പോൾ കുട്ടി പറഞ്ഞു, മുത്തശ്ശൻ എന്താ ഒരേ കഥ, മുത്തശ്ശന് വേറെ കഥയൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനത് പറഞ്ഞു കൊടുക്കാൻ ആ ഒരു കഥയെ അറിയുന്നുള്ളൂ. പിന്നെ അവൻ വായിക്കാറാകുമ്പോൾ പിന്നെ അവന് പുസ്തകങ്ങൾ എടുത്തു കൊടുക്കുക, അങ്ങനത്തെ. അപ്പോൾ അവർ തമ്മിലൊരു ഒരു നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. അതെനിക്ക് നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അത് കാരണം എനിക്ക് തോന്നുന്നു മോനായതിനു ശേഷം അച്ഛൻ കുറച്ചും കൂടെ സംസാരമൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സ്വർഗം തുറക്കുന്ന സമയം എന്ന സിനിമ എൻ്റെ ഒരു ജീവിത സാഫല്യമാണ്, അല്ലെങ്കിൽ സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് ജയരാജ് സാറ് പറഞ്ഞു ഓർക്കുകയാണ്. പ്രത്യേകിച്ചും സാറ് പറഞ്ഞ മറ്റൊരു കാര്യം, വൈശാലി എന്ന സിനിമയുടെ തിരക്കഥ, ഋഷശൃംഗൻ എന്ന ആ തിരക്കഥ വായിച്ചപ്പോൾ അല്ലെങ്കിൽ അത് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയെന്നുള്ളതാണ്, ആ കൈപ്പട കണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സുധീർ സാറിനും അശ്വതി മാഡത്തിനും ഒക്കെ ഒരുപാട് തിരക്കഥകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും, ആ കൈപ്പട കൊണ്ട് എഴുതിയത്. അപ്പോൾ ഈ തിരക്കഥകളോട് കണ്ണോടിക്കുന്നു, അത് വായിക്കുന്നു, ആ കഥാപാത്രങ്ങളെ മനസ്സിൽ ഭാവന ചെയ്യുന്നു. ആ ഒരു അനുഭവത്തെ എങ്ങനെയാണ് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ശരിക്കും അല്ലേ അശ്വതി, ഒരുപാട് ഡയറക്ടേഴ്സ് ഇപ്പോൾ ഈ സിനിമ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ജയരാജേട്ടൻ ഒരു 30 വർഷമായിട്ട് MT സാറിൻ്റെ ഒരു തിരക്കഥ ആഗ്രഹിക്കുകയാണ്. പ്രിയൻ സാറിനെ കുറിച്ച് പറഞ്ഞല്ലോ, എത്രയോ വർഷമായിട്ട്. പ്രിയൻ സാർ 27 കൊല്ലമായിട്ട് ചോദിച്ച് വെയിറ്റിംഗ് ആണ്. അപ്പം അങ്ങനെ നമ്മളിത് പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം മനസ്സിൽ ഞാൻ വിചാരിച്ചത്, ഇങ്ങനെ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്ന ഡയറക്ടേഴ്സിന് ഇതിന് പ്രയോറിറ്റി കൊടുക്കണം. അവരെ ആദ്യം കൺസിഡർ ചെയ്തതിന് ശേഷമേ നമ്മൾ വേറെ ആരെങ്കിലും കൺസിഡർ ചെയ്യുള്ളൂ. ഇഷ്ടമുള്ള കഥ എടുത്തോളൂ എന്ന് പറഞ്ഞു. അത് ഇഷ്ടമുള്ള കഥ എടുക്കാനല്ല, അങ്ങനെ ഒരു ഇതല്ല. നമ്മൾ ജയരാജേട്ടനോട് സംസാരിച്ചു, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ചേട്ടനൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം അശ്വതി. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് ഈ ഒരു കഥ അതിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്, എനിക്ക് അത് തന്നെ ചെയ്യാനൊരു അനുവാദം കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ പിന്നെ ഒന്നും നമ്മൾ പറയാനില്ല, ശരി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. അവർക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു വാല്യൂ, ഒരുപാട് അവരൊക്കെയാണ് ഇതിനൊരു നിധി കാണുന്ന പോലെ അവർ അതിനെ ട്രീറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ളൊരു റെസ്പെക്റ്റ് അവർക്ക്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ DC ബുക്സ് ഒരുപാട് തിരക്കഥകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ കുറേ എഴുത്തുകാർ അതിനെ ഒരു മാതൃകയാക്കിയൊക്കെ വെക്കുന്നു എന്നുള്ളത്, അതൊക്കെ അറിയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛൻ ഈ ഒരു പുതിയൊരു മീഡിയമിൽ അച്ഛൻ്റെ സിനിമകൾ വരും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല, OTT എന്ന് പറയുന്ന ഒരു മീഡിയം. അപ്പോൾ അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമാണ്. ഓരോ തിരക്കഥയും എഴുതി കിട്ടിയതിന് ശേഷം ഈ ഡയറക്ടേഴ്സ് എല്ലാം സാറിനെ വന്ന് കാണുകയും പിന്നെ സാറുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിരുന്നു. അപ്പം അത് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ആ തിരക്കഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളും, ഇപ്പം ചില ആർട്ടിസ്റ്റ് വരെ ഫഹദും മഹേഷ് നാരായണനും കൂടിയാണ് സാറിനെ കാണാൻ വേണ്ടി വന്നത്. കാരണം ആ ക്യാരക്ടർ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ആയിട്ട്. അപ്പം അതും അവർക്ക് കിട്ടിയ വലിയൊരു അവസരമായി. സാറ് ആ സ്ക്രിപ്റ്റ് വെച്ചുകൊണ്ട് അവരുമായിട്ട് ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഈ പിറന്നാൾ ആഘോഷത്തിൻ്റെ വേളയിലൊരു ചിത്രം എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. MT സാറ് മമ്മൂട്ടി സാറിൻ്റെ മാറിലേക്ക് ചാഞ്ഞ് ഒന്ന് ആലിംഗനം ചെയ്യുന്നത്. അതുപോലെ അത്രയും സ്നേഹനിർഭരമായ വാത്സല്യം തുളുമ്പുന്ന ഒരു MTയെ നമ്മൾ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ കണ്ടിട്ടില്ല. ആ ഒരു നിമിഷത്തിന് ഞാൻ ഓർക്കുന്നത്, തൊട്ടുപുറകിൽ അശ്വതി മാഡം ഉണ്ട്. ആ ഒരു മൊമെൻറ്റിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഒട്ടും പ്രതീക്ഷിക്കാതെയാണത്. അച്ഛനങ്ങനെ വളരെ വിസിബിളായിട്ട് അങ്ങനെ സ്നേഹപ്രകടനങ്ങളൊന്നും കാണിക്കാത്ത ഒരാളാണ്. അപ്പം അന്ന് എന്താണെന്നറിയില്ല, അത്
എനിക്ക് തോന്നുന്നു മനസ്സ് ഒരുപാട് നിറഞ്ഞിട്ടുണ്ടാവാം. എന്താണെന്ന് വെച്ചാൽ ഇത് 4 കൊല്ലത്തെ ഞങ്ങളുടെ എഫേർട്ട് അത് അന്ന് പുറം ലോകം അറിയുകയാണ്. അപ്പോൾ അതൊരു പക്ഷേ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവാം. എല്ലാവരെയും കണ്ടു, വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ മൊമെൻറ്റിൽ അത് സംഭവിച്ചതായിരിക്കണം. ഞാൻ ഒട്ടും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതൊരു പിന്നെ മമ്മൂക്കയായിട്ട് അങ്ങനെ ഒരു ബന്ധമാണ്. കുറേ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ മമ്മൂക്ക വീട്ടിൽ വരുന്ന ആളാണ്. അപ്പം എനിക്ക് ഇവരെയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ നിന്നേ കണ്ടു വളർന്ന ഒരാളാണ്. എൻ്റെ എൻഗേജ്മെൻറ്റിന് അച്ഛനാകെ 2 പേരെ മദിരാശിയിൽ, ചെന്നൈയിൽ ഒരു ചെറിയ ഫംഗ്ഷനായിരുന്നു, 10-40 പേര്, ഫാമിലി മാത്രം. അതിൽ 2 പേരെ സിനിമ ഇതെന്ന് വിളിച്ചുള്ളൂ. ഒന്നും ഹരിഹരൻ അങ്കിളും ഒന്നും മമ്മൂക്കയാണ്. വേറെ ആരും ഇല്ല പുറമേന്ന്. പുറത്തുനിന്ന് പറയുന്ന ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേ ആർ ലൈക്ക് ഫാമിലി. അപ്പോൾ മമ്മൂക്ക അതേ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കരുതലാണ്. എന്നെ ഇടയ്ക്ക് വഴക്കൊക്കെ പറയും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അവിടെ. ഈ ഒരു ആശയം ആദ്യമായി എപ്പോഴാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആശയം അച്ഛനോട് സംസാരിച്ചപ്പോൾ ആദ്യം കിട്ടിയ പ്രതികരണം എന്താണ്? ഈ എല്ലാ പ്രയത്നങ്ങൾക്കും ശേഷം അവസാനം ഈ ഒരു ഭയങ്കര സ്നേഹത്തിൻ്റെ ഈ ഒരു മൊമെൻ്റ് നമ്മൾ കണ്ടു. പക്ഷേ ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ, ആദ്യത്തെ ഒരു പ്രതികരണം ഉണ്ടാവും. അതെന്തായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് മാർച്ചിൽ ലോക്ക്ഡൗൺ ആവുന്നു. ഞാൻ ഏപ്രിലിലാണ്, നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഞാൻ ഒരുപാട് തിരക്കുകളിൽ നിന്ന് പെട്ടെന്ന് എല്ലാം ഷട്ട് ഡൗൺ ആയി വെറുതെ വീട്ടിലിരിക്കുന്ന സമയം. ഇപ്പോൾ ഈ സിനിമകൾ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെയാണ് സ്റ്റോറീസ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞൊരു സീരീസ്, 26 കഥകളാണ് നെറ്റ്ഫ്ലിക്സിൽ വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂവും അതിൻ്റെ ഡിസൈനും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ബംഗാളിയിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ചെയ്തുകൂടാ അച്ഛൻ്റെ കഥകൾ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സുധീരേട്ടനോടൊക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ ഇത് അച്ഛനോട് ഇത് അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ അച്ഛനിപ്പോൾ എഴുതുമോ എന്താ നമുക്കൊന്നും അറിയില്ല. ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട് സ്ക്രിപ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ട എന്തായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ലാപ്ടോപ്പിൽ, നമുക്ക് വീട്ടിലേക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയമായപ്പോൾ ഞാൻ വീട്ടിൽ പോയി ലാപ്ടോപ്പിൽ ഞാൻ ടാഗോർ സ്റ്റോറീസിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ചൂടെ. അപ്പം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ആലോചിക്കാം, നീ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഒരു 50 കഥകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. പിന്നെ അതിന് ശേഷം അത് ഫിൽറ്റർ ഡൗൺ ചെയ്ത് 20ആയി. അപ്പോൾ 1960 മുതൽ 2000 വരെയുള്ള പീരിയഡിലുള്ള കഥകളാണ്. അതൊന്ന് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. പക്ഷേ അങ്ങനെയാണ് തുടങ്ങുന്നത്. പക്ഷെ വളരെ പോസിറ്റീവായിരുന്നു. ഇതൊരു പുതിയ മീഡിയമാണ്, അതിലേക്ക് ചെറിയ സിനിമകളെ വേണ്ടൂ, വലിയ ദൈർഘ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ എന്നാൽ ശരി നമുക്ക് ഒന്ന് ശ്രമിക്കാം എന്നുള്ള ആ ഒരു പോസിറ്റീവ് നോട്ട് അവിടുന്ന് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വലിയ ആശ്വാസമായി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് പുതിയ മേഖലയാണ് സിനിമ, ഞാൻ എന്താ ചെയ്യാമോ അങ്ങനെ ആശങ്കകളൊക്കെ അച്ഛനുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എന്നാൽ കൂടി അതിനോട് ഒട്ടും വിമുഖത കാണിക്കാതെ ഉടനെ നമുക്ക് ആലോചിക്കാം, ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കോ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭയങ്കര പോസിറ്റീവ് ഇതായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ നിങ്ങൾ 2 പേരെയും അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് എല്ലാ മലയാളികളെ പോലെ എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളൊരു കാര്യം, എം.ടി. സാറിൻ്റെ എല്ലാ എഴുത്തുകളും കഥാപാത്രങ്ങളും തിരശ്ശീലയിൽ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാലമായിക്കോട്ടെ, മഞ്ഞായിക്കോട്ടെ, വാരണാസി ആയിക്കോട്ടെ. പക്ഷേ 100-ൽ 100 മലയാളിയും ആഗ്രഹിക്കുന്ന ഒരു സിനിമയുണ്ടെങ്കിൽ അത് രണ്ടാം മൂഴമായിരിക്കും. അപ്പോൾ ആ ഒരു ചോദ്യം ചോദിക്കാതെ പോയാൽ എന്നെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും എന്നോട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടാം മൂഴത്തെ പറ്റി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണർത്തുന്ന അപ്ഡേറ്റ് ഞങ്ങൾക്ക് തരാമോ? ഒരു പക്ഷേ മലയാളികൾ ആഗ്രഹിക്കുന്ന പോലെ അച്ഛനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് സിനിമയായി കാണണം എന്ന്. ഇപ്പോഴും മനസ്സിൽ വളരെ എന്നും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ഒരു 2 ദിവസം മുന്നേ കൂടി എന്നോട് സംസാരിക്കുകയും ചെയ്തു. അച്ഛൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്ത വർക്കാണത്. അപ്പോൾ അത് ഒരു പക്ഷേ അത് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കണം ഞങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയത്. അതെ, ഇത് നോവൽ എഴുതാൻ തന്നെ 10-12 കൊല്ലത്തെ റിസർച്ച്, അതിനുശേഷമാണ് നോവൽ എഴുതുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സ്ക്രീൻ പ്ലേ, 2 ഭാഗമായിട്ടാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പക്ഷേ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും
ഒരു പക്ഷേ ഏറ്റവും ക്ലാസി ആയിട്ടുള്ള ഒരു സിനിമ ആൻഡ് നോട്ട് നെസസറിലി ഏറ്റവും ബ്രഹ്മാണ്ഡ സിനിമ എന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിൻ്റെ ഒരു പ്രാഥമിക എന്താ പറയുക തലത്തിൽ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിരിക്കണം ദാറ്റ് ഫേറ്റ് മെയ്ഡ് അസ് ഡൂ ദിസ്. അപ്പോൾ നമുക്കൊരു ഹ്യൂജ് ലേണിംഗ് എക്സ്പീരിയൻസ്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ധൈര്യം ഒക്കെ അതിൽ ഉപകരിക്കുമായിരിക്കും. അപ്പോൾ അത് ചെയ്യണം എന്ന് തന്നെയാണ് എല്ലാ മലയാളികളുടെയും പോലെ ഞങ്ങളുടെയും ആഗ്രഹം. അപ്പോൾ ഇതിലും നല്ലൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടാനില്ല, രണ്ടാമൂഴം വരും. ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ സിനിമയിൽ തന്നെ, ഈ സിനിമാ സമാഹാരത്തിൽ തന്നെ ഒരുപാട് വടക്കേ ഇന്ത്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നോർത്തിൽ നിന്നുള്ള കഥാപാത്രങ്ങൾ, അഭിനേതാക്കളൊക്കെ ഉണ്ട്. അവരെ ഈ സിനിമയിലേക്ക് എത്തിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്ക് MT സാർ ആയതുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു മടിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിൽ പോലും ആ കഥാപാത്രമാകാനും ഭാഷയുടെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ആ സമയത്തുണ്ടായിരുന്നു? മധുബാല തന്നെ അല്ലേ? മധുബാലയാണ് വിൽപ്പനയിൽ, അവരാണ് മെയിൻ ലീഡ് ചെയ്തത്. അപ്പോൾ അവർക്ക് ഭാഷ ഈ പറഞ്ഞ പോലെ മലയാളം സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊരാളെ വെച്ചു, ഡയലോഗ്സ് എല്ലാം ആദ്യം ഞാൻ വോയിസ് റെക്കോർഡ് അയച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം ഒരാളെ വെച്ച് ഓരോ ഡയലോഗും അവരെ പഠിപ്പിച്ച് അങ്ങനെ കുറച്ച് അവർ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അതിൽ ഉജ്വൽ ചോപ്ര എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റും കൂടി ഉണ്ട്. അവർക്ക് ഡയലോഗ് അധികം ഇല്ല, വളരെ ഒറ്റ സീനേ ഉള്ളൂ. പക്ഷെ അത് വളരെ അതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അവർക്കൊക്കെ MT എന്ന റൈറ്ററിനെ കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അവരൊക്കെയും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് നമ്മളോട് സഹകരിച്ചത്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഞങ്ങളുടെ ഹൃദയംഗമമായിട്ടുള്ളൊരു നന്ദി അറിയിക്കുകയാണ്. ഒരു മകൾക്ക് അച്ഛന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം, ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ ഒരു ശിഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ, അതുതന്നെയാണ് ഈ മനോരഥങ്ങൾ എന്ന ആന്തോളജി എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അത് മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കാനാവില്ല, അതിലൊരു സംശയമില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടട്ടെ, എല്ലാവരും കാണട്ടെ എന്ന് പറയുന്നതിൽ പോലും അർത്ഥമില്ല. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച, ഞങ്ങളോട് തുറന്നു സംസാരിച്ച നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്ദി. C5 ഓഗസ്റ്റ് 15 5 ഭാഷയിലാണ് റിലീസ് വരുന്നത്. അപ്പം ഓഗസ്റ്റ് 15 ഞങ്ങൾക്ക് ഇനി മുതൽ സ്വാതന്ത്ര്യദിനമല്ല, ഇനി മനോരമയുടെ ദിവസമാണ്. ഈ വർഷം ഏതായാലും സ്വാതന്ത്ര്യദിനം ഏറ്റവും നല്ല ഒരു സിനിമ അനുഭവത്തിൻ്റെ കൂടി ആവട്ടെ.